എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. UK എങ്ങനെ ഒരു വീട് മേടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിൽ ആണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. മറ്റൊന്നുമല്ല, നമുക്ക് വീട് മേടിക്കണമെങ്കിൽ നമ്മൾ ഇനീഷ്യൽ പേയ്മെന്റ് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് നൽകി എന്തായാലും ഇവിടെ ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് മേടിക്കാൻ സാധിക്കില്ല. ബിക്കോസ് 4 കോടി രൂപ 5 കോടി രൂപയൊക്കെയാണ് ഒരു വീടിന്റെ വില. അപ്പോൾ പുതുതായിട്ട് വന്നവരാണെങ്കിലും പഴയവരാണെങ്കിലും ഒരു വീട് മേടിക്കണമെങ്കിൽ ഇവിടെ ലോണ് തന്നെ അപേക്ഷ കൊടുത്ത് ലോൺ സാങ്ഷൻ ആക്കി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലോൺ എടുത്തിട്ടാണ് പലരും വീട് മേടിക്കുന്നത്. അപ്പോൾ ആ ലോണിന് ഇവിടെ പറയുക മോർട്ട്ഗേജ് എന്നാണ്. അപ്പോൾ ആ മോർട്ട്ഗേജ് നമുക്ക് സാങ്ഷനായി കിട്ടണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട്, ഇത്ര എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യൽ എമൗണ്ട് നമുക്ക്, അതൊരു വലിയൊരു എമൗണ്ട് ആയിരിക്കും എന്ന് കരുതുക. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണം ചിലപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ NRI അക്കൗണ്ടിലുള്ളത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെ എങ്ങനെ നമുക്ക് ആ ഇനീഷ്യൽ എമൗണ്ട് നാട്ടിൽ നിന്ന് ഇവിടേക്ക് UK കൊണ്ടുവരാൻ പറ്റും, എത്ര എമൗണ്ട് വരെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ തന്നെ ഞാനിങ്ങനെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വോയിസിൽ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, കാഴ്ചകൾ നിങ്ങൾ കാണുക, യൂറോപ്പിൻ്റെ ഗ്രാമങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു, നാട്ടിൽ നിന്ന് നമ്മുടെ ഗ്രാമങ്ങൾ എങ്ങനെയുണ്ട്, ടൗൺ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ യാത്രയിൽ കാണുന്നതൊക്കെയാണ് ഗ്രാമങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുക, നമുക്കിടെ കണ്ടന്റിലേക്ക് വരാം. മറ്റൊന്നുമല്ല, യൂറോപ്പിൽ നമുക്ക് എങ്ങനെ ഒരു വീട് മേടിക്കാം, UK മീൻസ് UK എങ്ങനെ ഒരു വീട് മേടിക്കാം, അതിൽ നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റുകളായിട്ട് നൽകേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയട്ടെ, നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ, ഇപ്പൊ നമ്മൾ മലയാളീസ് ആണല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണല്ലോ, അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെയായിട്ട് പൈസ കൊണ്ടുവരാനായിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ട് ത്രൂ കടത്തിക്കൊണ്ട് വരാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ആണ്. അത് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫിഗറിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻ്റ് ഇടുക, നമ്മളത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ആധികാരികമായിട്ടുള്ള അറിവായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മളെപ്പോലെയുള്ള കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളിലുള്ളവരൊക്കെ വീട് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന 1-2 വ്യക്തികളോട് ചോദിച്ചപ്പോൾ കിട്ടിയ അറിവുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇവിടോട്ട് ക്യാഷ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എമൗണ്ട് എത്ര എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ നമ്മൾ ക്യാഷ് 7 ലക്ഷത്തിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ക്യാഷ് ഡിക്ലറേഷൻ കൊടുക്കണം. എത്ര എമൗണ്ട് നമ്മൾ ഇവിടേക്ക് UK കൊണ്ടുവരുന്നുണ്ട്, ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ബൈ എന്താ പറയുക, എയർപോർട്ട് വഴി. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ട്, ക്യാഷായിട്ട്, ലിക്വിഡ് ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതുക. അതിന് നമുക്ക് കണക്കുണ്ടാവണം, അതിന് ഡിക്ലറേഷൻ കൊടുക്കണം. UK ഗവൺമെന്റിന്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പൈസ എത്ര, അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പൈസ, ഇപ്പോൾ 6 മാസം വരെ വരുന്ന ഒരു വിസയുടെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ചിലപ്പോൾ ക്യാഷ് കയ്യിൽ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മളൊരു എമൗണ്ട്, ഒരു ചെറിയ ഒരു 1000-2000 അല്ല, അതിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് UK ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് ഡിക്ലറേഷൻ കൊടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് പുറത്തോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിക്ലറേഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി പിന്നെ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, പിന്നെ നമ്മുടെ NRI അക്കൗണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ളതിനൊന്നും ട്രാൻസ്ഫർ ഫീസുകളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ പൈസ ഇങ്ങോട്ടേക്ക് അടയ്ക്കണമെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ പൈസ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോൾ സർക്കാരിലേക്ക് നമ്മൾ അവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലോസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത്
ഈ പൈസ ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്ന് ഗൾഫിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ FD-യിൽ കിടക്കുന്ന പൈസകളാണെങ്കിലും അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ടുള്ള പൈസയാണെങ്കിലും നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് UK-യിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ID പ്രൂഫുകൾ, പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിക്ലറേഷൻ സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 10% ആയിരുന്നു നമുക്ക് ടോട്ടൽ എമൗണ്ടിന്റെ 10% ആയിരുന്നു നമുക്ക് വേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ബാങ്ക് നമ്മുടെ സാലറിയുടെ 5 ഇരട്ടിയോളം നമുക്ക് ലോണ് സാങ്ഷൻ ആക്കി തരും. അപ്പോൾ നമുക്കൊരു 30,000 രൂപ വാർഷിക സാലറി, 30,000 പൗണ്ട് വാർഷിക സാലറി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം പൗണ്ടിന്റെ വീട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഒരു 1.5 കോടി രൂപയുടെ വീട് വരെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാക്കടെയാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരുടെയും സാലറി അതിൽ കൂട്ടി നോക്കിയതിന് ശേഷം അതിന്റെ അവരുടെ ലോണ് കിട്ടാനില്ല. ഈ മോർഗേജ് അഡ്വൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിക്ക് ഒരു വിഭാഗമുണ്ട്. ഒത്തിരി മലയാളീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മള് സത്യൻചാന്റെ വീഡിയോസിലൊക്കെ മോർഗേജ് അഡ്വൈസറുടെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള അഡ്വൈസറുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ, എത്ര എമൗണ്ട്, എത്ര പൗണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പോൾ ആ ലോൺ കിട്ടുന്ന എമൗണ്ടിന് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിൽ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കരുതാൻ വേണ്ടിയിട്ടാണ് പലരും നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ പറയാൻ കാരണം തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ആ 10 ലക്ഷം രൂപ ഇവിടുത്തെ ഇനീഷ്യൽ എമൗണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ലക്ഷം പൗണ്ടിന്റെ വീടാണ്. എന്ന് വെച്ചാൽ 2 കോടി രൂപയുടെ ഒരു വീടാണ് ഇവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 20,000 പൗണ്ട് ആയല്ലോ. അപ്പൊ ഈ 20,000 പൗണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ നാട്ടിലെ ടാക്സും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പുള്ളി ഒരു 10,000 പൗണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരും. 10,000 പൗണ്ട് ഇവിടെ സാലറിയിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5% നമുക്ക് മോർഗേജ് ലോൺ കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ നമ്മളൊരു 2 ലക്ഷം പൗണ്ടിന്റെ ഒരു വീട് നമ്മൾ വാങ്ങുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ അതിന്റെ 10,000 പൗണ്ട് നമ്മൾ മൊത്തത്തിൽ അടച്ചാൽ മതി. ചില മോർഗേജ് അഡ്വൈസർമാർ പൈസ കമ്മീഷനായിട്ട് മേടിക്കുന്നുണ്ട് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ ചില മോർഗേജ് അഡ്വൈസർമാർ പൈസ വാങ്ങുന്നില്ല. അവർക്ക് ലഭിക്കേണ്ട പൈസ ബാങ്കുകാർ കൊടുക്കും. അവരുടെ കമ്മീഷൻ തുക എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഡോക്യുമെന്റേഷൻ ഫീസ് ഇപ്പോൾ ആദ്യമായിട്ട് വീട് മേടിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷൻ ഫീസ് ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആധാരം ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലം മേടിച്ച് വീട് മേടിച്ച് ആധാരം ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ഫീസ് കൊടുക്കണമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഡിന്റെ ഒക്കെ പൈസ, ആധാരത്തിന്റെ ചില ചെലവ് സർക്കാരിലേക്ക് അടയ്ക്കണ്ടേ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കി കിട്ടും. ആദ്യമായിട്ട് വീട് മേടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ വീടുകൾ മേടിച്ച വ്യക്തികളുണ്ട്, മേടിക്കുന്ന മലയാളികളുണ്ട്, മേടിക്കുന്ന ഫാമിലീസ് ഉണ്ട്. ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് വീടുകൾ മേടിക്കുന്നവരുണ്ട്. കാരണം രണ്ടുപേർക്കും ലോണിന് സാങ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടുത്തെ ഓരോ പ്രോസസ്സിംഗ് ആണ്. എന്നിട്ട് ഒരു വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും. ഇവിടെ വീട് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു ബിസിനസ് തന്നെയാണ്. കാരണം നാട്ടിലുള്ള ഒരു വീട് നമ്മളൊരു വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വീട് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ആ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ വാടക നമുക്ക് കിട്ടും നാട്ടിലെ പഴയ. അപ്പൊ ലോണുള്ള ഇതാണെങ്കിൽ പണ്ടത്തെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഇവിടെ മോർഗേജ് എന്ന് പറഞ്ഞ കാര്യത്തിൽ പലിശരഹിത മോർഗേജ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ലോകമെമ്പാടും പലിശയുടെ റേറ്റിലൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് ഇവിടെയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ 6.5% നിരക്കിലാണ് ഇപ്പോൾ പലിശ കൊടുക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ. അപ്പോൾ നമ്മുടെ നാടുമായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു വീട് മേടിച്ച് അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി ഒന്നും വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ FD ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ FD ഒക്കെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു വീട് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലാഭം തന്നെയായിരിക്കും. കാരണം മാസം തോറും നമ്മൾ 1.5 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ മിനിമം വാടക എല്ലാ മനുഷ്യരും നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു നേഴ്സിന് 3 ലക്ഷം രൂപ മാക്സിമം സാലറി കിട്ടുകയാണെങ്കിൽ, മാക്സിമം ആട്ടോ പറയണത്, അതിൽ കൂടുതലൊന്നും സാലറി കിട്ടില്ല നേഴ്സിന്. അപ്പൊ ആ ഒരു നേഴ്സിന് 3 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വാടക ഇനത്തിൽ തന്നെ പോകും. പിന്നെ കൗൺസിൽ ടാക്സ്, വെള്ളത്തിന്റെ ബില്ല്, കറണ്ട് ബില്ല്, പിന്നെ എന്താ പറയണേ ഗ്യാസിന്റെ ബില്ല്, ഇങ്ങനെയുള്ള ബില്ലുകൾ കുറെ അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ അതും തീരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒക്കെ ചെലവുകളുണ്ട്. അപ്പോ നാട്ടിൽ നിന്നും പൈസ
ക്യാഷായിട്ട് ഇത്ര പൈസ കൊണ്ടുവരാന്നുണ്ട്, ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാന്നുണ്ട്, അതിന് നാട്ടിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇനി നാട്ടിലെ വരുമാനം നമ്മളിപ്പോൾ നാട്ടിൽ നമുക്ക് കുറെ ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ 10-25 ലക്ഷം രൂപ FD ഇട്ടിട്ടുണ്ട്. ആ FD ഇട്ടതിന്റെ പലിശയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇവിടെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിടെ വരുമാനമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട്, UK വരുന്ന പൈസന്റെ. ഇതൊക്കെ ഞാൻ നമ്മുടെ UK ഗവൺമെന്റ് സൈറ്റിൽ പോയി വായിച്ചു നോക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നവർ, കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് വെറും 2 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു 10-15 വർഷമൊക്കെ ആയവർ, ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഈ വക കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി കമന്റ് എഴുതി നമുക്ക് അറിവുകൾ ഷെയർ ചെയ്ത് തന്നെ പറയുകയാണ്. ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്തേക്കുക, നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേക്കുക. പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട്, നല്ല കമന്റുകൾ വരുന്നുണ്ട്, ചീത്ത കമന്റുകൾ വരുന്നുണ്ട്. കമന്റുകൾ നിങ്ങൾക്ക് എഴുതാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശമാണ് കമന്റ് എഴുതുക എന്നുള്ളത്. നിങ്ങൾ കമന്റ് എഴുതിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.